കർണാടകയിൽ ബജറംഗ് ദളിനെ നിരോധിക്കുമെന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ പഞ്ചാബ് കോടതിയുടെ സമൻസ്. ഹിന്ദു സുരക്ഷാ പരിഷത്ത് സ്ഥാപകൻ ഹിതേഷ് ഭരദ്വാജ് നൽകിയ 100 കോടി രൂപ മാനനഷ്ട കേസിലാണ് പഞ്ചാബ് സംഗ്രൂർ കോടതി ഖാർഗെക്ക് സമൻസ് അയച്ചത്. പോപ്പുലർ ഫ്രണ്ട് പോലെയാണ് ബജറംഗ് ദൾ എന്നും അതുകൊണ്ട് ബജറംഗ് ദൾ നിരോധിക്കും എന്നുമായിരുന്നു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പിന്തുണയ്ക്കാൻ തയ്യാറെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒഴിച്ച് മറ്റിടങ്ങളിൽ മറ്റു പാർട്ടികളെ പിന്തുണയ്ക്കാൻ കോൺഗ്രസും തയ്യാറാകണം. എന്നാൽ സ്ഥിതി അങ്ങനെയല്ലെന്നും മമത. In their respective 200 seat or something, what we have already calculated, let them fight. We will give support. No, nothing is wrong, but they have to see that they have to support the other political party also. I am giving you the support in Karnataka, but you are fighting against me every day. It should not be the. If you want to get some good things, then you have to sacrifice yourself also in some area. Suppose in UP, of course Akhilesh is to give the priority. The Ajit Singh is there also. They have other combination. I am not telling that Congress should not fight there. It is, let us decide this. It is not at the final stage. When the matter will be discussed, then we can discuss into in details. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് വെല്ലുവിളിച്ച് സച്ചിൻ പൈലറ്റ് ആരംഭിച്ച ജനസംഘർഷ് യാത്ര അവസാനിച്ചു. അജ്മീറിൽ നിന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സച്ചിൻ പൈലറ്റ് ജനസംഘർഷ് യാത്ര ആരംഭിച്ചത്. പ്രത്യേക വ്യക്തികൾക്ക് എതിരെയല്ല തന്റെ പോരാട്ടമെന്നും അഴിമതിക്കെതിരെയാണ് സമരമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. അഴിമതിക്കെതിരെ കർശന നടപടി എടുക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്നും ആ ഉറപ്പ് പാലിക്കണമെന്നും സച്ചിൻ. കെൽട്രോൺ AI ക്യാമറ വിവാദത്തിൽ SRITയുടെ വക്കീൽ നോട്ടീസ് തള്ളി പ്രതിപക്ഷം. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും SRITയുടെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി VD സതീശനും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും നിയമപരമായി SRITക്ക് മറുപടി നൽകുമെന്നും പ്രതിപക്ഷ നേതാവും അറിയിച്ചു. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിക്കാൻ 4.5 കോടി യുണീട്ട കമ്പനി കമ്മീഷന് നൽകിയെന്ന ED കേസിൽ വിചാരണാ നടപടികൾക്ക് തുടക്കം. 1-ാം പ്രതി M ശിവശങ്കർ, 7-ാം പ്രതി സന്തോഷ് ഈപ്പൻ എന്നിവർ ഹാജരായി. സ്വപ്ന സുരേഷ് അടക്കമുള്ള മറ്റു പ്രതികൾ അവധി അപേക്ഷ നൽകി. ലൈഫ് മിഷൻ കേസിൽ 4-ാം പ്രതി ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിന് സമൻസ് നൽകാനായിട്ടില്ല എന്ന് ED കോടതിയെ അറിയിച്ചു. കേസ് ജൂൺ 23-ലേക്ക് മാറ്റി. കലൂർ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടപടികൾ. കേസിൽ ശിവശങ്കറിനെയും സന്തോഷ് ഈപ്പനെയും മാത്രമാണ് MD അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജോസ് കെ മാണി UDFിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ സമ്മർദ്ദ തന്ത്രവുമായി ജോസഫ് ഗ്രൂപ്പ്. ഏതെങ്കിലും പാർട്ടിയെ കൊണ്ടുവന്ന് മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യം മധ്യകേരളത്തിൽ ഇല്ലെന്ന് മുതിർന്ന നേതാവ് മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. UDFിനെ വഞ്ചിച്ചു പോയവർ തെറ്റുതിരുത്തിയാൽ അക്കാര്യം ആലോചിക്കാമെന്നും മോൻസ് വ്യക്തമാക്കി. ജോസ് കെ മാണി തിരിച്ചെത്തിയാൽ തങ്ങളുടെ സ്ഥാനം പോകാതിരിക്കാനുള്ള അവകാശവാദങ്ങളും ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. ജോസ് വിഭാഗം UDFിനെ വഞ്ചിച്ചാണ് പോയത് എന്ന് മോൻസ്. ഭാവിയിലെ സാധ്യതകളും ജോസഫ് ഗ്രൂപ്പ് തള്ളിക്കളയുന്നില്ല. വിട്ടുപോയവർ തെറ്റുതിരുത്തിയാൽ ചർച്ചയാകാം എന്ന നിലപാടിൽ ആണ് ഗ്രൂപ്പ്. ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള K സുധാകരന്റെ ന്യൂസ് 18 അഭിമുഖത്തിൽ പ്രതികരണവുമായി റോഷി അഗസ്റ്റിൻ. തൽക്കാലം UDFിലേക്ക് ഇല്ല. രാവിലെയും വൈകിട്ടുമായി നിലപാട് മാറ്റുന്നവരല്ല. ക്ഷണിച്ചതിൽ സന്തോഷം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പുറത്തുപോയതല്ല, പുറത്താക്കിയതാണ്. അത് തെറ്റായിപ്പോയി എന്ന് UDF മനസ്സിലാക്കിയതിൽ സന്തോഷമെന്നും റോഷി അഗസ്റ്റിൻ.
കേരള കോൺഗ്രസ് എം മടങ്ങി വന്നാൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരുന്നതിൽ പാർട്ടിയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും ചെന്നിത്തല. കെ സുധാകരന്റെ പരാമർശത്തോട് പ്രതികരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുന്നണി വിപുലീകരണം ആവശ്യമാണെന്ന് തിരുവഞ്ചൂർ. കെ എം ഷാജിക്കെതിരെയുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രകോപന പ്രസംഗത്തിൽ മറുപടിയുമായി പി കെ ബഷീർ MLA. ഷാജിയുടെ വീട്ടിൽ കയറും എന്നത് അബ്ദുറഹ്മാന്റെ തോന്നൽ മാത്രമാണ്. വീട്ടിൽ കയറിയാൽ കയ്യും കാലും ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നതാണ് നല്ലത്. നികുതി വർധനയ്ക്കെതിരെ ഇന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കവെയാണ് പി കെ ബഷീർ MLAയുടെ മറുപടി. അദ്രൈമാനൊക്കെ അങ്ങനെ പറഞ്ഞു, നമ്മൾ പറയും നിങ്ങൾ യാതൊരു വിചാരിക്കണ്ട, അദ്രൈമാമക്ക് എന്താ, നമുക്ക് അതിനെ ചുക്കുണ്ടാവും. ഇന്നലെ ഇപ്പോൾ ഷാജിനോട് പറഞ്ഞാൽ ഷാജിന്റെ വീട്ടിൽ കയറും. ഓനാണ് തോന്നുകയാണ് പിണറായിനെ എല്ലാവരും കണ്ടവരെ പരിക്കായിട്ടാണല്ലോ ഏർപ്പാട് ഒൽക്കുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കിയാണ്, പിണറായിനെ ഷാജിന്റെ വീട്ടിൽ കൊണ്ട് ഉളുപ്പുണ്ട് അവർക്ക്. നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ പിണറായിനെ ഷാജിന്റെ വീട്ടിൽ കയറ്റും. എന്നിട്ട് പിണറായിയോട് കഥ ഓർമ്മ വെച്ചോണ്ടേ കഴിഞ്ഞും കാലം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയില്ല തന്നു. നിങ്ങൾ ആരാ ഈ മന്ത്രിമാരെ കണക്കാണ് പേടിപ്പിച്ചത്? നിങ്ങളെ അറിയാം, നിങ്ങൾ ലീഗിന് എന്താ മനസ്സിലായിക്കണോ? ഞങ്ങൾ ആൾക്കാരൊക്കെ ആത്മസഭ്യാനെ പാലിക്കണമെന്ന് പറയും, പക്ഷെ ബാക്കി പണിയൊക്കെ ഞങ്ങൾക്കും അറിയാം. അതൊക്കെ ഉണ്ട്. അതിനെ പോലെ തന്നെ ഇന്നെ പോലെ ഒക്കെ ഇതിൽ നിൽക്കുന്നത് അങ്ങനെ ആലോചിച്ചോണ്ട്. വിമതർക്കെതിരെ കണ്ണൂർ കോൺഗ്രസിൽ അച്ചടക്ക നടപടി. കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് പി കെ രാഗേഷിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിട്ടു. പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിമത പ്രവർത്തനം നടത്തിയതിനാണ് നടപടി. പ്രതിപക്ഷ ഐക്യത്തിന് കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കട്ടെ എന്ന പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് മന്ത്രി സജി ചെറിയാൻ. കർണാടക തെരഞ്ഞെടുപ്പ് ഫലം ഉദ്ദേശിച്ചായിരുന്നു തന്റെ വാക്കുകൾ. കർണാടക വിജയത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിന് ഹാലിളക്കി. അഹങ്കാരം തുടർന്നാൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും സജി ചെറിയാൻ കോഴിക്കോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം അടുത്ത ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് പ്രസിദ്ധീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ മെയ് 27-ന് മുമ്പ് പൂർത്തിയാക്കണം. മെയ് 31-ന് 96 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി. കൊച്ചി പുറം കടൽ ലഹരിക്കടത്ത് കേസിൽ പിടിയിലായി പാകിസ്ഥാൻ പൗരനെ കോടതിയിൽ ഹാജരാക്കും. എറണാകുളം തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. ബോട്ടിൽ നിന്ന് പിടികൂടിയ ലഹരി മരുന്ന് മുഴുവനായി അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയാക്കി. ഉയർന്ന ഗുണനിലവാരം ഉള്ളതിനാൽ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ വിപണി മൂല്യം ഇവയ്ക്കുണ്ട് എന്നാണ് കരുതുന്നത്. കടലിൽ മുക്കിക്കളഞ്ഞ ലഹരിമരുന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നേവിയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. മദർഷിപ്പിൽ 7 പേർ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. 2 ബോട്ടുകളിലായി രക്ഷപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ലഹരിമരുന്ന് കടത്ത് സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച വിവരങ്ങളും അന്വേഷണ സംഘം സമർപ്പിക്കും. ന്യൂസ് 18